അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിൻ്റെ തിരക്കുകളാണെന്ന് അറിയാം. ഇത് ടീച്ചിങ് പ്രാക്ടീസിലേക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കണ്ടന്റ് മാപ്പിംഗ് എന്നാണ് അതിൻ്റെ വിളിക്കുന്നത്. ഉള്ളടക്ക ചിത്രണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ മലയാളീകരിക്കാൻ പറ്റും. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ ഇട്ട് വിളിക്കുമ്പോഴുള്ള മാറ്റങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നാലാൾ കൂടുന്നിടത്ത് ചില കാര്യങ്ങൾ എത്ര സംസാരിച്ചിട്ടും മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ മണ്ണിൽ ചിത്രം വരച്ച് ചില സ്ഥലങ്ങളിലേക്കുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ ഒരു നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള രീതികളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓർമ്മകളുണ്ടോ അല്ലെങ്കിൽ അനുഭവങ്ങളുണ്ടോ എന്നറിയില്ല. ഇതാണ് അമ്പലം, ഇതിൻ്റെ അപ്പുറത്തുകൂടെയുള്ള വഴി കൂടെ അങ്ങനെ പോയി നാലാമത് ഒരു വീടുണ്ട്, ആ വീടിൻ്റെ ഓരത്തു കൂടെ ഒരു വഴിയുണ്ട് എന്നൊക്കെ വരച്ച് ഈർക്കിളി കൊണ്ടൊക്കെ വരച്ചിട്ടോ അല്ലെങ്കിൽ മരക്കൊമ്പ് കൊണ്ടൊക്കെ വരച്ച് ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരാളുടെ വീട്ടിലേക്കുള്ള വഴി നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടൈക്കനാലിൽ പോയിട്ട് വന്ന വിവരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം സുഹൃത്തുക്കൾക്ക്. അപ്പോൾ അത് ഇങ്ങനെ വരച്ച് ചിത്രീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ലോഗോസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. മനുഷ്യർക്ക് ഏത് രാജ്യത്തായാലും ഏത് ലോകത്തായാലും ചിത്രങ്ങളൊരു പൊതുഭാഷയാണ്. ഈ മാപ്പ് എന്ന വാക്കിനർത്ഥം ശരിക്കും പടം അല്ലെ, ഭൂപടം, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക്. പടമാണ്, ചിത്രീകരിച്ച് കാണിക്കുക. ആള് പടാവുക എന്നുള്ള അർത്ഥത്തിലല്ല, ചിത്രീകരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. പെട്ടെന്ന് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ 1000 വാക്കുകളെക്കാളും ഫലപ്രദമാണ് ഒരു ചിത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് സത്യത്തിൽ ഈ മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ മാപ്പ്. അപ്പം അതും ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഏത് വലിയ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫ്ലോർ മാപ്പുകൾ കൊടുക്കാറുണ്ട്. അതിൽ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാമ്പസ് മാപ്പുകൾ കൊടുക്കാറുണ്ട്. നമുക്കൊരു അറ്റ് എ ഗ്ലാൻസ് ഒരു ചിത്രീകരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരം മാപ്പുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഐക്കോൺ എന്ന് പറയാറുണ്ടല്ലോ, ഐക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു കാര്യം കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പിൽ ഐക്കോൺ ഇടുന്നതാണ്. അതും ഒരു പക്ഷേ വിൻഡോസ് എന്നുള്ള വിൻഡോസിലേക്ക് മാറിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയത കൊണ്ടുവരാൻ വിൻഡോസിനെ സഹായിച്ചത് ഈ ചിത്രങ്ങളാണ്, ഐക്കോൺസ് ആണ്. അപ്പോൾ ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ സെറ്റിങ്സിൻ്റെ ഒരു ലോഗോ കണ്ടുണ്ടായിരിക്കും, ചക്രം, ഒരു നട്ടും തിരിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ അതൊക്കെ ഒരു ചിത്രഭാഷയുടെ ഒരു ശക്തിയാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു പവർ പോയിന്റ് ഇതിൽ ഷെയർ ആവുന്നുണ്ടോയെന്നൊന്ന് പറയണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമാണ്. ഞാൻ സുചിത്രനെ ഏൽപ്പിച്ചിരുന്നു, പക്ഷെ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം. പിന്നെ കഴിവതും സജീവമായിരിക്കുക. നമ്മുടെ അടുത്ത സെഷനിലൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ടതാണ്, വെറുതെ കേട്ടിരുന്ന ശരിയാവില്ല. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രതികരിച്ച ഒന്നായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മളുടെ വിഷയം കോണ്ടന്റ് മാപ്പിംഗ്, എ ടൂൾ ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നതാണ്. അതിന് കാരണമായത് ടീച്ചിങ് കോമ്പിറ്റൻസ് പ്രിപ്പറേറ്ററി വർക്ക്ഷോപ്പ് എന്നൊരു ആശയം നമ്മുടെ കോളേജിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി എല്ലാ അധ്യാപകരും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളെടുത്ത് അധ്യാപന ശേഷിക്ക്, ടീച്ചിങ് കോമ്പിറ്റൻസ് എന്ന വാക്കിന് അങ്ങനെ പറയാം, അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു ശാക്തീകരണ ശില്പശാലകൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുനീതി ടീച്ചറിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഈ കോണ്ടന്റ് മാപ്പിംഗ് ആണ്. ഇത് വളരെ മുമ്പ് കിട്ടേണ്ടതായിരുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ടീച്ചിങ് പ്രാക്ടീസിന് മുമ്പ് അല്ലെങ്കിൽ 1ാമത്തെ സെമിസ്റ്ററിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ മോഡിലാണെങ്കിൽ പോലും ടീച്ചിങ് കോമ്പിറ്റൻസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ പരിശീലനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ
ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട്. ചോദ്യമല്ല, ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിടുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം, എന്നാലേ നമുക്കത് കൂടുതൽ വ്യക്തമായി ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ, എളുപ്പത്തിലെത്താൻ പറ്റുള്ളൂ. എന്താണ് ഈ ടീച്ചിങ് കോമ്പറ്റൻസ്? എല്ലാവരും സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സംസാരിക്കുന്നവർ മാത്രം സംസാരിച്ചിരിക്കരുത്, മാറി മാറി പറയുക. നിങ്ങൾ വളരെ തിരക്കിലാണെന്നറിയാം, എന്നിരുന്നാലും ഇതിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കിത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. എന്താണ് ടീച്ചിങ് കോമ്പറ്റൻസ്? അതിന് എന്തൊക്കെ ഘടകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു എന്ന് പറയാമോ? എന്തൊക്കെ കമ്പോണൻസ് ആണ് നമുക്ക് ഇത്രയും ദിവസത്തെ അധ്യാപന പരിശീലനത്തിൽ മനസ്സിലായത് എന്ന് പറയാമോ? ടീച്ചിങ് കോമ്പറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? അധ്യാപന ശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? വൈകരുത്, മറുപടികൾ പറയണം. ശ്രദ്ധയിരിക്കാനായിട്ട് ആരും വർക്ക്ഷോപ്പാണ്, നമ്മൾ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ടീച്ചിങ് കോമ്പറ്റൻസിൽ വരുന്നത്? നിങ്ങൾ ഇത്രയും ദിവസം അധ്യാപന ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനി കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാൻ പോകുന്നു. ടീച്ചിങ് കോമ്പറ്റൻസ് എന്നതുകൊണ്ട് പറയുന്നതിൽ ഉള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? പറയുകയാണോ എനിക്ക് കേൾക്കുകയാണ്? ഞാൻ അതുകൊണ്ടാണ് ഈ പവർ പോയിന്റിൽ ഒരു പ്ലീസ് എന്നൊക്കെ എഴുതിയുള്ളത്. മനസ്സിലായോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്ന എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് പ്ലീസ് എന്ന് പറയാൻ കാരണം. എന്താണ് ടീച്ചിങ് കോമ്പറ്റൻസ്? നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊന്നും പറയില്ല. എങ്ങനെയാണ് നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിലും എന്തൊക്കെയാണ് അതിന്റെ കമ്പോണൻസ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമുക്കത് നേടാൻ പറ്റുക? കുറെ ചോദ്യങ്ങൾ ഞാൻ ഈ സ്ലൈഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതിനുവേണ്ടി? നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടോ? അതിന് നിങ്ങൾ എന്തെങ്കിലും പരിഹാരങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനുള്ള പോംവഴികൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുപോലെ ഇന്നോവേറ്റീവായിട്ട് അതിനെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ടോ? ആരൊന്നും പറയുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? ടീച്ചിങ് കോമ്പറ്റൻസിന് എന്താ ഉദ്ദേശിക്കുന്നത്? അധ്യാപന ശേഷി എന്താണ്? നമുക്ക് അധ്യാപന ശേഷി ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം? അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അതിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 മണിക്കൂറോളത്തിൽ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വിർച്വലായിട്ടുള്ള ക്ലാസ് ഇങ്ങനത്തെ രീതിയിലായതുകൊണ്ട് നമ്മൾക്ക് എത്ര എഫക്റ്റീവായിട്ട് കുട്ടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ള അതാണ് നമ്മളെ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. മാത്രം പറയണ്ട, എന്താണ് ടീച്ചിങ് കോമ്പറ്റൻസ്? അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത്, ആശയവിനിമയം. നമുക്കത് കൃത്യമായിട്ടും പാഠ്യപദ്ധതി വിനിമയം, കരിക്കുലർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല രീതികളിൽ പറയാവുന്ന കാര്യമാണ് ആ പറഞ്ഞ ഒരു കാര്യം. പിന്നെ എന്തൊക്കെ ശേഷികൾ ഉണ്ടാവണം? നമ്മൾ ടീച്ചിങ് കോമ്പറ്റൻസ് ആകണം, നമ്മൾ അനുഭവിക്കുന്ന കാര്യത്തിലേക്ക് എന്തൊക്കെ വേണം? 2-3 ആളെ കണ്ടന്റിനെ കുറിച്ച് കണ്ടന്റ് നോളജ് വേണം. ലിൻസി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ടന്റ് നോളജ്. ഒരു CK എന്നൊരു വാക്കുണ്ട്, പിന്നെ അതിന്റെ പുറത്ത് കുറെ പ്രിഫിക്സ് ആയിട്ട് PCK TCK എന്നൊക്കെ കൊണ്ട് കുറെ വരും. കണ്ടന്റ് നോളജ് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ടീച്ചിങ് കോമ്പറ്റൻസിന്റെ പ്രധാന ഘടകമാണ്. പിന്നെന്താ ലിൻസി പറയും? പിന്നെ ആ ക്ലാസ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. ഒരു മാനേജ്മെന്റ് സ്കിൽസ് എന്ന് പറഞ്ഞ ക്ലാസ് റൂമിലുള്ള പരിപാലനം. അതായത് നമ്മ എന്താ പറയാ, ക്ലാസ് എടുക്കുന്നതിനിടയിലായാലും ഓരോ കുട്ടികളെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. പിന്നെ ഒരു ക്ലാസ് തോന്നുന്നത് പക്ഷേ ലിൻസി ചേച്ചി പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടന്റ് നോളജ് വേണം, അതുപോലെ പഠിപ്പിക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും വേണം. അപ്പോൾ ഒരു ക്ലാസ്സിൽ വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ്, അതുപോലെ കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ
ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ പ്രവർത്തനങ്ങൾ കൊടുക്കാനും അതുപോലെ ഒരേ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഈ 3 തരത്തിലുള്ള ലേണേഴ്സിനും അത് കൂടാതെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എത്തരത്തിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ക്ലാസ്സിനെ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കണം. ഒരു ഡെലിവറി മെക്കാനിസം പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോ പ്രിപ്രി പറഞ്ഞത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു സ്ഥിരതയിൽ നിൽക്കാതെ ഇന്നോവേറ്റീവ് ആവുക, പുതുമ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കണം. പിന്നെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ആവിർഭവിക്കുകയാണ്. അപ്പൊ എന്തായാലും അത് പുതിയ പുതിയ നിഗമനങ്ങളിലേക്കും പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും പുതിയ പുതിയ ആസൂത്രണങ്ങളിലേക്കും നീങ്ങും. ഒരു ഇന്നോവേറ്റീവ് ടീച്ചർ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് അതിലേക്കുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ, പിന്നെ നമ്മൾക്ക് അറിവ്, വിഷയത്തെ കുറിച്ചുള്ള കണ്ടന്റ് നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് നമുക്ക് ക്ലാസ് മുറിയിൽ പ്രയോഗിക്കാനായിട്ട് കഴിയണം. കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കണ്ടന്റ് നോളജിനെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കണം. അതാണ് നമ്മളുടെ PCK എന്ന് പറഞ്ഞ സംഭവം. അതിന് ഒരു ബോധനശാസ്ത്രപരമായിട്ട് ആ കണ്ടന്റ് നോളജിനെ നമുക്ക് അപഗ്രഥിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണം എന്നതാണ് PCK, പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് എന്ന് പറയുന്നത്. പിന്നെന്തൊക്കെ വേണം? ഈ പറയുന്നതൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചാൽ നമുക്ക് ഇന്നത്തെ വർക്ക്ഷോപ്പിലേക്ക് ഉപകരിക്കും. എല്ലാവരും ഇത് വെറുതെ കേട്ടിരുന്നിട്ട് അപ്പുറത്ത് മിക്സി ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് കേട്ടിരിക്കരുത്, ഇത് കുറിച്ച് വയ്ക്കുക. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ വർക്ക്ഷോപ്പിന് ശേഷം പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെന്താ, 2 ആളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ചോദ്യത്തിൻ്റെ ഒരു ഫലം ഉണ്ടായത് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ചോദ്യതാണ്, ടീച്ചിങ് കോമ്പറ്റൻസ് എന്നാൽ എന്ത്, അധ്യാപന ശേഷി എന്നാൽ എന്ത്, അതിൻ്റെ ഒരു അനുഭവ വെളിച്ചത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ സ്ക്രീനിൽ കാണിച്ച പോലെ ഇതിനെ എങ്ങനെയെല്ലാം നമുക്ക് സമീപിക്കാം, എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, അതിനെന്തെങ്കിലും പുതിയ പുതിയ നിർദ്ദേശങ്ങളുണ്ടോ? പറയൂ, 2 ആളും കൂടെ പറയും. എന്നാലേ ഇതൊരു സജീവമാകുള്ളൂ. ഇതൊരു ടീച്ചിങ് കോമ്പറ്റൻസ് ആണ്, ഈ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഏകപക്ഷീയമായ ഒരു വിനിമയമല്ല, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു ട്രാൻസാക്ഷൻ അല്ല ടീച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയൂ. ചിഹ്നവും കുറെ ആൾക്കാർ ഇരട്ടിയൊക്കെ ഇരിക്കണ്ടല്ലോ, വെറുതെ കേട്ടിരിക്കുകയാണോ? നമ്മൾ ഇത്രയും ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞൂടെ എന്താണ് ടീച്ചിങ് കോമ്പറ്റൻസ്? കുറേ പേരുണ്ട്. എന്നിട്ട് ആരൊന്നും പറയാം. അശ്വതി ഉണ്ട്, അനുണ്ട്, ദീപ, മേഘ, 2 മേഘമാരുണ്ട്, നവ്യുണ്ട്, രേഷ്മയുണ്ട്, സുചിത്രയുണ്ട്. പറയൂ, 2 ആളെങ്കിലും പറയൂ, എന്താണ് ടീച്ചിങ് കോമ്പറ്റൻസ്? ഇത്രയും ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് എന്തൊക്കെ പറയാം അതിനെ കുറിച്ച്? അധ്യാപകരായ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം പ്രതികരണ ശേഷിയാണ്. ഇങ്ങനെ നിശബ്ദരായിരുന്നു കഴിഞ്ഞാൽ അത് വളരെ നിർജ്ജീവമായി പോകും ക്ലാസ്സുകൾ. കുട്ടികളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നതും ഒരു കോമ്പറ്റൻസി അല്ലേ? അതാണ് അവരുടെ. പിന്നെ ടീച്ചിങ് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ പഠിച്ചതിനപ്പുറം നമ്മൾ പ്രയോഗത്തിലേക്ക് പോകുമ്പോൾ തന്നെ കുറേ പുതിയ പുതിയ ഘടകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾ, ഒരു നീഡ് അനാലിസിസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ടീച്ചിങ് കോമ്പറ്റൻസിന്റെ ഘടകമാണ്. മനസ്സിലായോ? അത് ഇത്രയും ഘടകങ്ങൾ ചേരുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ ടീച്ചിങ് കോമ്പറ്റൻസിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അനുഭവപ്പെടും. അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ദിവ്യ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണ്, അവരെന്താണ് അർഹിക്കുന്നത്, അവർക്ക് എന്താണ് അവരുടെ ആഗ്രഹം, എന്താണ് അവരുടെ ആവശ്യം, അർഹത, ആവശ്യം, ആഗ്രഹം, ഇങ്ങനെ കുറേ വെച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരെ അറിയുക എന്നുള്ളത്, കുട്ടിയെ അറിയുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനാണ് നമ്മൾ മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്നത്. നമുക്കതൊരു തിയറി ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല. അപ്പോൾ ദിവ്യ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം.
ചോദ്യം ഇതാണ്, എന്താണ് ടീച്ചിങ് കോമ്പറ്റൻസ്, ടീച്ചിങ് കോമ്പറ്റൻസിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇത്രയും ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസിന്റെ അനുഭവത്തിൽ എന്ത് മനസ്സിലാക്കി, നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ സജഷൻസ് എന്തൊക്കെയാണ്, കുട്ടികളെ അറിയുക. ഈ പറഞ്ഞ മാതിരി അതൊരു വലിയ കാര്യമാണ്. ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരാളും കൂടെ പറയൂ. വളരെ നിശബ്ദമാണല്ലോ. പറയൂ, ആരെങ്കിലും പറയൂ. ഒരാളും കൂടെ പറയാതെ മുന്നോട്ട് നീങ്ങൂല. ഒരു 5-6 ഘടകങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്കിത് മുന്നോട്ട് നീങ്ങാൻ പറ്റുക. ഇത്ര ദിവസവും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടീച്ചിങ് പ്രാക്ടീസിന്റെ പേര് തന്നെ ടീച്ചിങ് കോമ്പറ്റൻസ് എന്നാണ് ശരിക്കും പറയുന്നത്. ടീച്ചിങ് കോമ്പറ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. പഠിച്ച കാര്യമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. ആരും പറയുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒരാളും കൂടെ പറയൂ. ഞാൻ പറയുന്നത് കേൾക്കാനായിട്ടാണോ അതോ? അല്ല പക്ഷേ ഇനി എന്താ പറയേണ്ടത്? ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞു. നമ്മള് പറയാത്ത ആളുകൾ പറയട്ടെ. ഈ ടീച്ചിങ് കോമ്പറ്റൻസിലേക്ക് ഇനി എന്തൊക്കെ കൂട്ടിച്ചേർക്കാം? ഒരു 20-25 ഘടകങ്ങളെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. ആകെ 4-5 പറഞ്ഞു കഴിഞ്ഞു സ്വന്തം അനുഭവത്തിൽ. ഒന്ന് ലക്ഷ്മി പറഞ്ഞു ആശയവിനിമയത്തിന്റെ കാര്യം. പിന്നെ നമുക്ക് കുട്ടികളെ അറിയാൻ സാധിക്കണം. പുതിയ പുതിയ രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡെലിവറി മെക്കാനിസംസ് നമുക്ക് സാധിക്കണം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് പരിപാലനം ചെയ്യാൻ സാധിക്കണം. പിന്നെ കുട്ടികളുടെ ആവശ്യങ്ങളെ, അറിവുകളെ, അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പിന്നെന്ത് വേണം? പ്രധാനപ്പെട്ട ഒന്നിലെ അവസാന ഭാഗത്ത് വേണ്ട ഒരു കഴിവ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. എന്ത് വേണം? നമ്മൾ എന്തിനേയും ഇങ്ങനെ ചിഹ്നം എന്തോ പറയാൻ പോണ്ട്, പറയും. കുട്ടികളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അവരെ ഒരു സ്കഫോൾഡിങ് ആയിട്ട്, ഒരു സ്കഫോൾഡർ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ടറായിട്ട്, മോട്ടിവേറ്റർ ആയിട്ട്, അതുപോലെ കുറേ ഘടകങ്ങൾ നമുക്ക് അതിൽ പറയാൻ പറ്റും. ചിന്ന പറഞ്ഞു വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്ക് കൂട്ടനീളം ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു കഴിവുണ്ട്. ടീച്ചിങ് കോമ്പറ്റൻസിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പണ്ട് ഒരു ബാങ്കിങ് സിസ്റ്റം പോലെ ഒരു വലിയൊരു അറിവുള്ള ഒരാള് ഒരു ബാങ്കിലേക്ക് ബാങ്ക് ചെയ്യണ പോലെ, ഇടുന്ന പോലെ, എറിഞ്ഞു കൊടുക്കുന്ന പോലെ, അപ്പൊ കഷ്ണം എറിഞ്ഞു കൊടുക്കുന്ന പോലത്തെ ആയിരുന്നു വിദ്യാഭ്യാസം. ഇന്ന് ഒരു മൾട്ടി ഫേസറ്റഡ് റോളാണ് അധ്യാപകർക്ക് വരുന്നത്. അപ്പൊ കൂടെ നിന്നുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ സ്കഫോൾഡ് ചെയ്യുക, കൈത്താങ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലോകത്താണ് നമ്മളുടെ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലോകത്തുള്ള ഒരു ടീച്ചിങ് കോമ്പറ്റൻസ് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മളിതിനെ കാണാൻ. ചിന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടീച്ചിങ് കോമ്പറ്റൻസ് എന്നതിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ അത് വേറൊരു ഒരു കോമ്പറ്റൻസിന്റെ ഘടകമാണ്. നമ്മൾ കാര്യങ്ങളെ അപഗ്രഥിക്കുക, അതുപോലെ കാര്യങ്ങളെ വിശദമായിട്ട് അതിൻ്റെ ഉപഘടകങ്ങളോട് കൂടി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഇതിലേക്ക് കടത്താം. നമ്മുടെ പ്രതികരണങ്ങൾ വളരെ കുറവാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എന്തൊക്കെ ഘടകങ്ങളാണ്, കമ്പോണൻസ് ആണ് ടീച്ചിങ് കോമ്പറ്റൻസിന് വരുന്നുള്ളതെന്ന് ചിത്രീകരിച്ചാൽ നമുക്കൊരു കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ ഒരു കാര്യം നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കിയിട്ട് എനിക്ക് മെയിൽ ചെയ്ത് തരണം. അപ്പം അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്, ആ ഘടകങ്ങളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, വ്യക്തിപരമായിട്ട് അതിൻ്റെ അനുഭവങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെ സിദ്ധാന്തങ്ങൾ പറഞ്ഞാലും ഇപ്പോൾ പറവൂര് ഗേൾസിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ അനുഭവം ആയിരിക്കില്ല മൂത്തകുന്നം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറുടെ അനുഭവം. അല്ലെങ്കിൽ ആ നാടിൻ്റെ വ്യത്യാസങ്ങൾ അതിനെ ബാധിക്കും, അവിടുത്തെ കുട്ടികളുടെ വ്യത്യാസങ്ങൾ ബാധിക്കും, സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബാധിക്കും. അതുപോലെ എന്തെല്ലാം പരിഹാരങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ എന്തെല്ലാം തീരുമാനങ്ങൾ നമുക്ക് ഈ ടീച്ചിങ് കോമ്പറ്റൻസിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കാൻ പറ്റും
എന്തെങ്കിലും പുതുമയാർന്ന നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്രി പറഞ്ഞത് കേട്ടില്ലേ, അത് വേറിട്ട രീതിയിലുള്ള പുതിയ പുതിയ പഠന ബോധന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാകും. അതുപോലെ ഈ അമിതമായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി പഠിപ്പിക്കുക എന്നതിനപ്പുറം കുട്ടിയെ അറിയുക എന്നുള്ളൊരു കാര്യം ദിവ്യ പറഞ്ഞു. ആ കുട്ടിയെ അറിയുക എന്നുള്ള വലിയൊരു ആവശ്യമാണ്. മുൻകാലങ്ങളിൽ എൻ്റെ കുട്ടി എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ അധ്യാപകരോട് എഴുതാൻ പറഞ്ഞിരുന്നു. അതൊന്നും അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്തരം കുറേ സജഷൻസ് നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഇതെല്ലാം ചേർത്തിട്ട് ഒരു കോണ്ടന്റ് മാപ്പ് നിങ്ങൾ ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ അല്ലെങ്കിൽ ടീച്ചിങ് കോമ്പിറ്റൻസ് പരിശീലനത്തിൻ്റെ ഒരു വലിയ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുക. കുട്ടികളുടെ പങ്കാളിത്തം വളരെ കുറവാണെന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇത്രയും ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസിന് നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു, അതിനെയും കൂടെ നമുക്കിതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കണ്ടന്റ് അനാലിസിസും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കും. അത് ഒരർത്ഥത്തിൽ പെഡഗോഗിക് അനാലിസിസ് എന്നൊരു കാര്യമാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നത്. ഈ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ കണ്ടന്റ് അനാലിസിസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്വയം സംരംഭത്വമായിട്ട് ഇപ്പം നാളെ നമ്മൾ അതിൻ്റെ ഒരു ദിവസം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒരു സംരംഭം ആരംഭിക്കുകയാണ് പുതുതായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപഗ്രഥിക്കുമ്പോൾ അതൊരു കണ്ടന്റ് അനാലിസിസ് ആണ്. അതേസമയം ഒരു ഡോക്ടർ ഒരു രോഗിയുടെ വിവരങ്ങളെ കുറിച്ച് കാര്യങ്ങൾ കണ്ടന്റ് അനാലിസിസ് നടത്തുമ്പോൾ അതും കണ്ടന്റ് അനാലിസിസ് ആണ്. ടീച്ചർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കണ്ടന്റ് അനാലിസിസ് ആണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോളേജിൽ പുതിയൊരു ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ പ്രവർത്തനം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്തൊരു കണ്ടന്റ് അനാലിസിസ് ഉണ്ട്. അതിൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ സബ് കണ്ടന്റ്സും കൂട്ടിച്ചേർത്തിട്ടുള്ള ഘടകങ്ങളും ഉപഘടകങ്ങളും ചേർന്നിട്ടുള്ളതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കൂടുതൽ വ്യാഖ്യാനങ്ങളും ഒക്കെ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് ചേർത്തിട്ട് അതിനെ അപഗ്രഹിക്കുന്നതിനെയാണ് നമ്മൾ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിനെ മാപ്പ് ചെയ്യുമ്പോൾ കണ്ടന്റ് മാപ്പിംഗ് ആകും, അത്രേ ഉള്ളൂ. അതിന് ചിത്രീകരിക്കുമ്പോൾ കണ്ടന്റ് മാപ്പിംഗ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. ഇപ്പം നമ്മൾ ഈ ഒരു 10 മണി മുതൽക്ക് 10:30 വരേക്കുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ വെറുതെ കേട്ടിരുന്നതും നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത കാര്യങ്ങൾ അപഗ്രഥിച്ച് സംസാരിച്ചതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിലേക്ക് എത്തിച്ചേരാനാണ് നമ്മൾ ഇത്തരം സാങ്കേതികമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടന്റ് മാപ്പിംഗ് അറിയാതെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ കണ്ടന്റ് മാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ അപഗ്രഥിച്ച് ചിത്രീകരിച്ച് പഠിച്ചാൽ വളരെയധികം ഉപകരിക്കും. ഇത് പൊതുവിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ശീലമാണ് നോട്ട് എഴുത്തെന്ന് പറഞ്ഞു. ഇപ്പം ഇത്രയും നേരം അരമണിക്കൂർ സംസാരിച്ചതിൽ എത്ര പേര് എന്തൊക്കെ കുറിച്ച് വെച്ചു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നെങ്കിൽ ഒരു കുറിപ്പ് പുസ്തകത്തിൽ ഇരുന്ന് ഇങ്ങനെ കുറിക്കുന്നുണ്ടായിരിക്കും. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ വെച്ച് ഒരു അധ്യാപകൻ പറഞ്ഞ നിർദ്ദേശമാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം ഏത് സെമിനാർ പങ്കെടുക്കുമ്പോൾ ഒരു കുറിപ്പ് പുസ്തകവും ഒരു പേനയും പിടിച്ച് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറിച്ച് വയ്ക്കുക. അത് കുറേയും കൂടിയും കടന്ന് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി അതങ്ങനെ എഴുതിയെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. പകരം ചിത്രീകരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. തിങ്ക് വിഷ്വലി, അത് നമ്മളതിനെക്കുറിച്ച് പറയും. അപ്പോൾ ഇതിൽ പറയുന്ന ഈ പെഡഗോഗിക് അനാലിസിസ് എന്നൊരു ആശയം ഇതുമായി സാമ്യം തോന്നും. പെഡഗോഗിക് അനാലിസിസിനെ ഓർക്കാൻ ചുരുക്കമായിട്ടൊരു വാക്ക് ഞാൻ ഇതിൽ പറഞ്ഞിട്ട് കം എന്ന പേരിൽ. കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ്, നമുക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളെ അതിൻ്റെ ഉപഘടകങ്ങളെ, ഇപ്പോൾ സയൻസൊക്കെ ആണെങ്കിൽ ഫാക്ട്സ്, പ്രിൻസിപ്പിൾസ്, അങ്ങനെ ആ തരത്തിലേക്കുള്ള അപഗ്രഥനങ്ങൾ വരും. അതിൻ്റെ സ്കില്ല്, ഔട്ട്കംസ്, അതാണ് അടുത്ത്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, പിന്നെ എന്തെല്ലാം മൂല്യനിർണ്ണയ കാര്യങ്ങൾ നടപ്പിലാക്കാം. ഞാൻ നേരത്തെ ചോദിച്ചൊരു സൂചന അതായിരുന്നു. അവസാന ഭാഗത്ത് വരാവുന്ന ഒരു കാര്യം ഇവാലുവേഷൻ. ഏതൊരു പാഠ്യപദ്ധതിയെക്കുറിച്ചായാലും പഠനത്തെക്കുറിച്ചായാലും അധ്യാപനത്തെക്കുറിച്ചായാലും നമ്മളൊരു പ്രോ പോസ്റ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകും. എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അപഗ്രഥിച്ച് പറയാൻ പറഞ്ഞാലും ഇങ്ങനെ 3 ഘട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് അപഗ്രഥിച്ച് പറയാന്നുള്ളൊരു സൂത്രവാക്യം നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ. സത്യത്തിൽ അത് ഉടനീളമുള്ളൊരു ഘട്ടമാണ്. ആരംഭത്തിൽ മാത്രമല്ല, അവസാനത്തിൽ മാത്രമല്ല, ഉടനീളം നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവാലുവേഷൻ. അപ്പോൾ ഈ കണ്ടന്റ് അനാലിസിസ് അല്ലെങ്കിൽ കണ്ടന്റ് മാപ്പിങ്ങും
പെഡഗോഗിക്കൽ അനാലിസിസും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പെഡഗോഗിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ നടത്തുന്ന അനാലിസിസ് ആണ് എന്നുള്ള രീതിയിലിരിക്കുക. ഈ കണ്ടന്റ് മാപ്പിംഗ് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കണ്ടന്റ് ഉണ്ടാവും, അതിൻ്റെ സബ് കണ്ടന്റ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ടീച്ചിങ് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞ കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് അതിൻ്റെ കീ കണ്ടന്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിൻ്റെ സബ് കണ്ടന്റ്സ് ഇതേപോലെ ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞ പോലെ ഇനിയും ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത 20 പേരും ഓരോന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്രയും സബ് കണ്ടന്റ്സ് വന്നിരുന്ന നിങ്ങളുടെ പങ്കാളിത്ത കുറവുകൊണ്ടാണ് അത് ഒരു മങ്ങിപ്പോയത്. ഇനി ഇത് എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് നമുക്ക് ഈ മാപ്പിംഗ് സ്ട്രാറ്റജീസ് എന്നൊക്കെ പറയുന്ന ചില തന്ത്രങ്ങൾ, പിന്നെ അതിൻ്റെ സ്റ്റൈൽസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് മാപ്പ് ചെയ്യാൻ പറ്റുക. ഇത് ചിത്രീകരിക്കുക എന്നതിനേക്കാൾ അപ്പുറം ചിന്തയുടെ ഒരു പദ്ധതിയാണ് ഈ മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തിക്കാനുള്ള വഴികളാണ് ഇതിൽ. കോഗ്നിറ്റീവ് പാത്ത് വേസ് എന്ന് പറഞ്ഞാൽ അതാണ്, ചിന്തയുടെ വഴികളാണ്. നിങ്ങൾ തിങ്കിങ് പ്രോസസ് സ്കിൽസ് അല്ലെ മെൻ്റൽ പ്രോസസ് സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ ലെസൺ പ്ലാനിൽ എഴുതി വയ്ക്കുന്നുണ്ടായിരിക്കും പല കാര്യങ്ങളും. പക്ഷെ അത് എത്രമാത്രം കുട്ടികളിലേക്ക് അത് പ്രയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികൾ അത് നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. കോഗ്നിറ്റീവ് പാത്ത് വേസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സ്കിൽസ് ഉണ്ട്. നമുക്ക് എങ്ങനെ ചിന്തകളെ വായിക്കാം, അല്ലെങ്കിൽ ചിന്തകൾ മസ്തിഷ്കത്തെ എങ്ങനെയെല്ലാം പ്രവർത്തിപ്പിക്കാം. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ചിന്തയുടെ ഫലമായിട്ടാണ്. ഒരു ബസ് ഇങ്ങനെ റോട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ എത്ര ആളുടെ ചിന്തയുടെ ഫലമായിട്ടാണ് അതങ്ങനെ നീങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ നിർമ്മാണം മുതൽക്ക് അതിപ്പോൾ നടപ്പിലാക്കുന്നത് മുതൽക്ക് അതിലുള്ള കണ്ടക്ടറുടെ ചിന്ത, വിളിയുടെ ചിന്ത, അങ്ങനെ ഒരു ഡ്രൈവറുടെ ചിന്ത, അങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അധികവും നടക്കുന്നത്. മനോഭാവവും ശേഷികളും വേറെ വരുന്നുണ്ടെങ്കിലും കോഗ്നിഷന് വലിയ പ്രാധാന്യമാണ്. പിയാഷയൊക്കെ അടിവരയിട്ട കാര്യം അതാണ്. അപ്പം നമ്മളും ക്ലാസ് മുറിയിൽ ചിന്തിപ്പിക്കുന്ന തിങ്കിങ് കരിക്കുലം എന്നൊക്കെ പേര് വരാനുണ്ടായ കാരണം അതാണ്. അതിനുള്ള വഴികളാണ് അപഗ്രഥിക്കുക, താരതമ്യം ചെയ്യുക, പരസ്പരം വ്യത്യാസങ്ങളെ മനസ്സിലാക്കുക, ഉദാഹരണങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനെ നിർവചിക്കാൻ ശ്രമിക്കുക, തരംതിരിക്കാൻ ശ്രമിക്കുക, അതിനെ പ്രയോഗിക്കുക, അതിൻ്റെ മൂല്യനിർണ്ണയം ചെയ്യുക, എന്തെങ്കിലും നിർമ്മിക്കാൻ പറയുക, ചില പ്രവചനങ്ങൾ നടത്താൻ പറയുക. ഇതെല്ലാം കോഗ്നിറ്റീവ് പാത്വേസ് ആണ്. ഈ കോഗ്നിറ്റീവ് പാത്വേസിൻ്റെ ഒക്കെ ഒരു ഫോട്ടോഗ്രാഫിയാണ്, അല്ലെങ്കിൽ അതിനെ ഗ്രാഫ് ചെയ്യുന്നതാണ് ഈ കണ്ടന്റ് മാപ്പിംഗ് എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ ഒരു കണ്ടന്റ് മാപ്പിംഗ് നടത്തണമെങ്കിൽ ഇത്രയും ഘടകങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഒരു കണ്ടന്റ് ഉണ്ടാവണം, സബ് കണ്ടന്റ്സ് ഉണ്ടാവണം, മാപ്പിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാവണം. പിന്നെ മാപ്പിംഗ് സ്റ്റൈൽസ് നമ്മളിപ്പോൾ കാണും, നല്ല രസകരമായ സ്റ്റൈലുകളുണ്ട്. കാലത്തിനനുസൃതമായിട്ട് ഈ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ കോണ്ടന്റ് മാപ്പിംഗിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. പലതരം മാപ്പുകളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. കണ്ടന്റ് മാപ്പിംഗ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുപോലെ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്നൊരു സംഭവം നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും, ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ മൈൻഡ് മാപ്പിംഗ്, കോഗ്നിറ്റീവ് മാപ്പിംഗ്, ഗ്രാഫിക് ഓർഗനൈസേഴ്സ്, മെൻ്റൽ മോഡൽസ്, ഇങ്ങനെ പല പേരിലും, മൈൻഡ് മോഡൽസ്, അങ്ങനെയൊക്കെ പല പേരുകളിലും പല രീതികളിലുള്ള മാപ്പിങ്ങുകൾ നമുക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വളരെ ആവശ്യമായിട്ട് കാണുന്നുണ്ട്. ഈ കണ്ടന്റ് മാപ്പിംഗ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിലേക്കുള്ള വഴികളാണ് ഈ കോൺസെപ്റ്റ് മാപ്പിങ്ങും മൈൻഡ് മാപ്പിങ്ങും കോഗ്നിറ്റീവ് മാപ്പിങ്ങും ഗ്രാഫിക് ഓർഗനൈസേഴ്സും ഒക്കെ. ഇതൊക്കെ തമ്മിൽ നേരിയ വ്യത്യാസങ്ങളാണുള്ളത്. അത് ഒരു ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കോഗ്നിറ്റീവ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നിഷന്റെ വഴികളാണ്. ഒരു ഘടകങ്ങൾ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ച് അതിൻ്റെ ഉപഘടകങ്ങളിലേക്ക് പോകുന്നതാണ് അതിൻ്റെ രീതി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് നീങ്ങാം എന്നുള്ള ഒരു ചിത്രീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് കോഗ്നിറ്റീവ് മാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടു, ഇതിൻ്റെ ഉപഘടകങ്ങൾ, അതിൻ്റെ വഴികൾ, അതിൻ്റെ സബ് കമ്പോണൻസ്, ഇങ്ങനെയൊക്കെയുള്ള ചിത്രീകരണങ്ങളെല്ലാം ആ കോഗ്നിഷൻ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് കോഗ്നിറ്റീവ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറേ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചുമപ്പ് ഇതിലിട്ടിട്ടുണ്ട്. അതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, അതിൻ്റെ ഒരു മെൻ്റൽ മോഡൽസ് ആണ്. ശരിക്കും എഡ്വേർഡ് ടോൾമാൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പർപ്പസീവ് ബിഹേവിയറിസത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹം എലികളെ വെച്ചൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിരുന്നു. ഈ എലികൾ എങ്ങോട്ടൊക്കെ പാഞ്ഞു പോയി എന്നൊക്കെയുള്ളതിൻ്റെ ചില ചിത്രീകരണങ്ങളെ അദ്ദേഹം കോഗ്നിറ്റീവ് മാപ്സിന് ഉപയോഗിക്കുകയുണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പേസ് ഇൻ ദ ബ്രെയിൻ എന്നുള്ള രീതിയിലാണ് കോഗ്നിറ്റീവ് മാപ്പിനെ അദ്ദേഹം പറയുന്നത്. നമ്മളെങ്ങനെ കോഗ്നിഷൻ സംഭവിക്കുന്നത്? കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ചിന്തയുടെ വരകളാണ്, ചിന്താവരകളാണ് ഈ
ഈ ചിന്താപടങ്ങളാണ് കോഗ്നിറ്റീവ് മാപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൈൻഡ് മാപ്പാണ്. മൈൻഡ് മാപ്പിന് ഒരു കീ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അത് എങ്ങനെയൊക്കെ മനസ്സ് അതിനെ ചിന്തിക്കുന്നു എന്നുള്ള ആ ചിന്തയുടെ ഉപതലങ്ങളിലേക്കും അതിൻ്റെ ഉപവിഭാഗങ്ങളിലേക്കും കാണിക്കുന്നതാണ് മൈൻഡ് മാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടും പല രീതിയിലുള്ള ഐക്കോൺസും വിഷ്വൽ എലമെന്റ്സ് കൂടുതൽ ചേർത്തിട്ടുള്ളതാണ് പുതിയ രീതിയിലുള്ള മൈൻഡ് മാപ്പ്. കുറേ കൂടെ കോഗ്നിറ്റീവ് മാപ്പിനെ കുറേ കൂടി കലാപരമാക്കി മാറ്റിയ പോലെയും നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മൈൻഡ് മാപ്പ് ഇങ്ങനെയാണ്. ഈ രീതിയിൽ കുറേ ചിത്രീകരണങ്ങളോടുകൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൈൻഡ് മാപ്പിൽ ഒരു സെൻട്രൽ പാരന്റ് ടോപ്പിക് ഉണ്ടായിരിക്കും, അതിനൊപ്പം അതിലെ നോട്ട്സ് ഉണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതിനെ ചെയ്യേണ്ടത്. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് വലിയ രീതിയിലേക്ക് ചെയ്യുമ്പോൾ തോന്നുമെങ്കിലും പക്ഷെ അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ സിംപ്ലിസ്റ്റിക് ആണ്. അത് ഒരു ട്രീ പോലെ അതിൻ്റെ സെൻട്രൽ ടോപ്പിക് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ പോലെ കൊടുക്കുകയാണ്. ഇതിലൊരു ബ്രിട്ടീഷ് ഓഥർ ഉണ്ട്, ടോണി ബുസൻ എന്ന് പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലാണ് 1970-കളിലൊക്കെ വന്നതാണ് ഈ മൈൻഡ് മാപ്പിംഗ്. മൈൻഡ് മാപ്പിംഗ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ ഈ പദസൂര്യൻ എന്നൊരു സങ്കല്പമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ വരവ് ഇതിൽ നിന്നാണ്. സെമാന്റിക് ആയിട്ടുള്ള അർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ വ്യക്തമാക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പം ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഒരു നഗരത്തിൽ ചെന്നാൽ ആ നഗരത്തിലെ പല സ്ഥലങ്ങളെ ചിത്രീകരിക്കാൻ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മൈൻഡ് മാപ്പിന് ഉദാഹരണമാണ്. ഒരു അർത്ഥത്തിൽ അതൊരു സെമാന്റിക് മാപ്പാണ്. നമ്മൾ നിത്യജീവിതത്തിൽ പലയിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഈ കോൺസെപ്റ്റ് മാപ്പ്. കോൺസെപ്റ്റ് മാപ്പിൽ ഈ പറഞ്ഞ മാതിരി കുറേ ബ്രാഞ്ചസും സബ് ബ്രാഞ്ചസും അതിൻ്റെ ഇത് കുറേ അർത്ഥതലങ്ങളും ഉണ്ട്. അതിൽ പ്രൊവൈഡ്സ്, സെൽസ്, ഇൻക്ലൂഡ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതികളിൽ ഓഫ്, ഓൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല ഉപബ്രാഞ്ചിങ്ങുകളൊക്കെ ആയിട്ട് നമ്മളൊരു കോൺസെപ്റ്റിനെ സബ് കോൺസെപ്റ്റ്സിൻ്റെ ബന്ധങ്ങളോട് കൂടി, റിലേഷൻഷിപ്പോട് കൂടി ചിത്രീകരിക്കുമ്പോൾ അത് കോൺസെപ്റ്റ് മാപ്പിംഗ് ആവും. ഇപ്പോൾ കോഗ്നിറ്റീവ് മാപ്പ്, മൈൻഡ് മാപ്പ്, കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ തമ്മിലുള്ളൊരു ധാരണ നമുക്കുണ്ടാകും. പുതിയ കാലത്ത് കോൺസെപ്റ്റ് മാപ്പ് ഇങ്ങനെയും വരുന്നുണ്ട്. ഇതും തൊട്ട് മുമ്പുള്ള മൈൻഡ് മാപ്പ് തമ്മിലൊരു വ്യത്യാസം കുറേയും കൂടി ഒരു മനോചിത്രം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് മൈൻഡ് മാപ്പ് വരുന്നത്. ഇത് കോൺസെപ്റ്റ്സിനും സബ് കോൺസെപ്റ്റ്സിനും അതിൻ്റെ റിലേഷൻസിനും പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ സബ് ഡിവിഷൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിത്രീകരിക്കുന്നതാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. നേരിയ വ്യത്യാസങ്ങളാണ്. പുതിയ സ്റ്റൈലിലുള്ള ഒരു കോൺസെപ്റ്റ് മാപ്പിംഗ് നോക്കിയ മാർക്കറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ്. അപ്പോൾ ഇത് പല രീതികളിൽ നമുക്ക് ഇതിനെ തയ്യാറാക്കാൻ പറ്റും. ഇതിലെല്ലാം വരുന്നത് ഒരു വലിയ ആശയത്തെ ഇങ്ങനെ ഒരു പേജിലേക്ക് ചിത്രീകരിച്ച് മാപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആരംഭം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളാണ്. സബ് കമ്പോണൻസിനെ കുറിച്ച് അപഗ്രഥിക്കാൻ സാധിക്കണം, ഒരുപാട് തിങ്കിങ് സ്കിൽസ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ കോൺസെപ്റ്റ് മാപ്പിൻ്റെ ആൾ അമേരിക്കൻ പ്രൊഫസറായിട്ടുള്ള ജോസഫ് നോവാക് ആണ്. 1970-കളിലുള്ള കാര്യമാണ്. ഒരു 50 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആരംഭത്തിൽ പറഞ്ഞു, നമ്മൾ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ മണ്ണിലിരുന്ന് ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇന്ന സ്ഥലത്തിലേക്കുള്ള വഴി എന്ന് പറയുന്ന തന്ത്രം പണ്ടേ ഉള്ളതാണ്. കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുടുംബ വൃക്ഷം വരയ്ക്കുമ്പോൾ അതിൽ ഒരളവോളം മൈൻഡ് മാപ്പിൻ്റെ സ്വഭാവം വരുന്നുണ്ട്. അതിൽ ഒന്ന് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ അച്ഛൻ, അമ്മ അങ്ങനെ തിരിച്ചു, അവർ 2 മക്കൾ ഇങ്ങനെ തിരിച്ചു, അവരുടെ മക്കൾ തിരിച്ചു, അങ്ങനെ ഒരു കുടുംബ വരയ്ക്കുമ്പോൾ അതൊരു കോൺസെപ്റ്റ് മാപ്പ് മാത്രമാണ്. കുറച്ചും കൂടെ അതിനെ വിപുലീകരിച്ച് ചിത്രീകരണങ്ങളോടുകൂടി പറയുമ്പോൾ അതൊരു മൈൻഡ് മാപ്പിങ്ങിലേക്ക് വരുന്നുണ്ടെന്ന് മാത്രമേ. ഇനി നമുക്ക് എങ്ങനെയെല്ലാം ഈ ഗ്രാഫിക് ഓർഗനൈസേഴ്സ് എന്നാണ് നമ്മളിതിനെ പറയുക. ഗ്രാഫിക് ഓർഗനൈസേഴ്സ് വെച്ചാൽ ഒരു ചിത്ര സംഘാടനം എന്ന് അർത്ഥം എടുത്താൽ മതി. ഇതെല്ലാം ഒരു ചിത്രീകരണത്തിലൂടെയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മൈൻഡ് മാപ്പ് ഒരു ഗ്രാഫിക് ഓർഗനൈസറാണ്, കോൺസെപ്റ്റ് മാപ്പ് ഒരു ഓർഗനൈസറാണ്. എല്ലാം ഗ്രാഫിക് ഓർഗനൈസേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് നോക്കാം. ഒരു സർക്കിൾ മാപ്പ് എന്നൊരു സങ്കല്പം നമുക്കുണ്ട്. ഒരു വട്ടത്തിലൊരു ഇത് വരച്ചിട്ട് അതിന് ചുറ്റും ഉപഘടകങ്ങളെ കൊടുത്താൽ നമുക്ക് സർക്കിൾ മാപ്പിലേക്ക് കിടക്കാം. ഇത് സ്പൈഡർ മാപ്പ് എന്നുള്ളത് ഒരു ചിലന്തി വലയുടെ രൂപത്തിലാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അത് ചിലന്തിയുടെ ഒരു സങ്കല്പം നമ്മളിതിലേക്ക് കൊണ്ടുവന്ന പെട്ടെന്ന് മനസ്സിലാവും. ഐഡിയ വീൽ, ഇതും ഒരു വട്ടത്തിലെ ഒരു ഇത് കൊടുത്തിട്ട് അതിൻ്റെ ഉപഘടകങ്ങൾ ചക്രം പോലെ നമ്മൾ അതിനെ കണക്കാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉപഘടകം, അപ്പോൾ പ്രധാന ഘടകം, അതിൻ്റെ ഉപഘടകങ്ങൾ എന്നുള്ള സങ്കല്പം അവിടെ വരുന്നുണ്ട്. ഓരോന്നിൻ്റെയും വിശദീകരണങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്.
ഇതിനെ ഒരു വെബ് പോലെ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൈഡർ പോലെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഐഡിയ വെബ് എന്നുള്ള രീതിയിൽ. ഇതും ഒരു പുതിയ കാല ചിത്രീകരണം. കോൺസെപ്റ്റ് മാപ്പിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഈ തന്നത്. പിന്നെ വെൻ ഡയഗ്രാം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. രണ്ട് വട്ടങ്ങൾ തമ്മിൽ ഒന്നിച്ച് ലയിക്കുന്ന ഒരു ഭാഗം കൂടെ വരുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന, പൊതുവിലുള്ള ഘടകങ്ങളെ പറയാനും വ്യത്യസ്തമായി നിൽക്കുന്നതിനെ കാണിക്കാനും ഇതിന്റെ ചേരുവ എങ്ങനെയാണെന്ന്, ഇവരുടെ പാരസ്പര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ഇത്തരം വെൻ ഡയഗ്രാംസ് ഉപയോഗിക്കാറുണ്ട്. ഓർഗനൈസേഷണൽ ഒരു ചിത്രീകരണം എന്ന് പറയും. ഇപ്പോൾ ഒരു ഹൈറാർക്കിയാണ്. അതിൽ ടോപ്പിൽ ഒരാളുണ്ടായിരിക്കും, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൊടുക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഒരു ചെയിൻ പോലെ നമ്മളൊരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അതും ഇങ്ങനെ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഹലോ കേൾക്കുന്നുണ്ടോ? ഇടയിലെ കണക്ഷൻ പോയി, അതാ പറ്റിപ്പോയി. അപ്പൊ നമ്മൾ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാഫിക് ഓർഗനൈസിങ് തന്ത്രങ്ങളെ കുറിച്ചായിരുന്നു. അതിൽ ട്രീ ചാർട്ട് വരെത്തി, ഒരു വൃക്ഷ രീതിയിൽ അതിൻ്റെ വേരുകളെ, അതിൻ്റെ ശാഖകളെ രീതിയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കാരണവും കാര്യകാരണങ്ങൾ, കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ കോസ് എഫക്റ്റ് മാപ്പ് അത് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രേസ് മാപ്പ്, ഒരു ബ്രേസ് ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ലിനിയർ ആയിട്ട് അതിൻ്റെ വിവരണങ്ങളോട് കൂടി ചേർക്കുന്നതാണ് ബ്രേസ് മാപ്പ് എന്നുള്ളത്. പിന്നെ ഇങ്ങനെ സാമ്യങ്ങൾ ചേർത്തുള്ള ചിത്രീകരണങ്ങൾ കൊടുത്തിട്ടും ചെയ്യാറുണ്ട്. അതിന് അനാലജി എന്ന് പറയും. ടി ചാർട്ട് ഉണ്ട്, അതായത് ടി ജംഗ്ഷൻ പോലെ നിർത്തിയിട്ട് ഇപ്പുറത്ത് ഒരു ഘടക വിവരണങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ചിത്രീകരിച്ച് കൊടുക്കാവുന്നതാണ് ടി ചാർട്ട്. പിന്നെ ടൈം ലൈൻ എന്നുള്ള രീതിയിലാണ്. ടൈം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയ രേഖ, സമയത്തിന്റെ ഒരു വര, അതായത് ഇപ്പോൾ 1925 മുതൽ 2000 വരേക്കും ഇങ്ങനെ ഒരു ലൈൻ പോലെ വരച്ചിട്ട്, ഇത് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ പറയുന്നൊരു വാക്കാണ് ടൈം ലൈൻ. സമയത്തിന്റെ ഒരു രേഖ, അതിന്റെ ക്രോണോളജിക്കൽ കാലയളവിൽ ഇങ്ങനെ ചിത്രീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് സൈക്കോളജി അങ്ങനെ ഒരു വിഷയം കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാലാനുസൃതമായിട്ടുള്ള രേഖപ്പെടുത്തൽ ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റോറി ബോർഡ്, ഇത് സിനിമ ഫീൽഡിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഇതൊരു കോമിക് ടൈപ്പായിട്ട് നമ്മൾ കാര്യങ്ങളെ ചിത്രീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇത്രയും ഇതിൽ കൂടുതലുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, കുറച്ച് ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
15ഓളം ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഈ മാപ്പിംഗ് നടത്താം എന്നതിനെ കുറിച്ചാണ് ഇത് കാണിച്ചത്. ഈ ആശയങ്ങളെ ഒന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കാണാം. നമുക്ക് ഒരു സർക്കിളായിട്ട് നമുക്ക് ഇങ്ങനെ ചിത്രീകരിക്കാം, സ്പൈഡറായിട്ട് ചിത്രീകരിക്കാം, ഐഡിയ വീൽ ഉപയോഗിക്കാം, ഐഡിയ വെബ് ഉപയോഗിക്കാം, കോൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കാം, പെൻഡ്രൈവർ ഉപയോഗിക്കാം, ഓർഗനൈസേഷണൽ ഇവന്റ്, സീക്വൻസ് ഓഫ് ഇവന്റ്സ്, ട്രീ ചാർട്ട്, അങ്ങനെ പലതും, കോസ് ആൻഡ് ഇഫക്റ്റ്, അങ്ങനെ പല രീതികളിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഇനിയുണ്ട്. ഒരു 100 ടൈപ്പ് നമുക്ക് ഈ ഗ്രാഫിക് ഓർഗനൈസിങ് സ്റ്റൈലുകളുണ്ട്. ഇത്രയും പറയാൻ കാരണം നമുക്ക് ഈ ഓരോ ചിത്രീകരണം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടന്റ് മാപ്പിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ ചുരുക്കി പറയാം. അതായത് എന്ത് വിഷയത്തെ നമ്മളൊന്ന് ചിത്രീകരിക്കുക എന്നുള്ള തന്ത്രം മാത്രമാണ് ഇതിൽ വരുന്നത്. കണ്ടന്റ് ആവുമ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടെ ആഴത്തിൽ അപഗ്രഥിച്ച് കാര്യങ്ങളെ പല രീതികളിൽ ചിത്രീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ കോഗ്നിറ്റീവ് മാപ്പിനെ കുറിച്ചും മൈൻഡ് മാപ്പിനെ കുറിച്ചും കോൺസെപ്റ്റ് മാപ്പിനെ കുറിച്ചും പലതരം ഗ്രാഫിക് ഓർഗനൈസിങ് രീതികളെ കുറിച്ചുമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് കണ്ടന്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ എല്ലാ തന്ത്രങ്ങളും നമുക്ക് ഇത്ര നേരം പറഞ്ഞ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടന്റ് മാപ്പിംഗ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയത്തിനെ പഠിപ്പിക്കുന്ന വിഷയത്തിനെ മാത്രമല്ല, പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ച്, അതിപ്പോൾ ഒരു ഇവാലുവേഷൻ എന്നുള്ളൊരു ഘട്ടത്തിൽ വെച്ച് അതിനെക്കുറിച്ച് വേണമെങ്കിൽ കണ്ടന്റ് മാപ്പിംഗ് നടത്താം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ ഒരു പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ മാത്രം അനാലിസിസ് അല്ല ഈ കണ്ടന്റ് മാപ്പിംഗ്. കണ്ടന്റ് എന്നതിന് ഉള്ളടക്കം എന്ന അർത്ഥം ഉണ്ടെങ്കിൽ തന്നെ പഠിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ അധ്യാപനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പല അർത്ഥതലങ്ങളും അതിന് മാറി മാറി വരും. ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഡെലിവറി നടത്തുന്ന നേരത്ത് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കാം. ഇവാലുവേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എന്തെല്ലാം ടീച്ചിങ് എയ്ഡ്സ് ഒരു ക്ലാസ്സിലേക്ക് ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കാം. ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. എന്ത് കണ്ടന്റ് ആണോ അതിനെ നമ്മൾ മാപ്പ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. അല്ലാതെ പഠിപ്പിക്കുന്ന പാഠ്യവസ്തുവിന്റെ മാപ്പിംഗ് അല്ല കണ്ടന്റ് മാപ്പിംഗ്. അത് മാത്രമല്ല, അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതല്ല, എന്തിനേയും എന്ത് വിഷയത്തെയും, അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ഫീൽഡിലും നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ കോവിഡ് എന്നുള്ള ഒരു ആശയത്തിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടന്റ് മാപ്പിംഗ് ഉണ്ടാക്കാം. കോവിഡ് പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ അതിനൊരു വേറെ ബ്രാഞ്ച് വന്നു. അങ്ങനെ പല രീതികളിൽ, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളെ കുറിച്ച് അതിന്റെ അനാലിസിസ് വന്നു. ഇനി ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്? അപ്പൊ കോവിഡ് എന്ന ബേസിൽ ഒരു കണ്ടന്റ് മാപ്പിംഗ് നടത്താം. കോവിഡിന്റെ പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ തനിച്ചും ഒരു കണ്ടന്റ് മാപ്പിംഗ് നടത്താൻ പറ്റും. അപ്പൊ കണ്ടന്റ് ഉണ്ടാവണം, അതിനുള്ള മാപ്പിംഗ് ഉണ്ടാവും. പിന്നെ ഇതിലുണ്ടാവേണ്ട പ്രധാന കഴിവ് തിങ്ക് വിഷ്വലി എന്നുള്ളത്. നമ്മളതിനെ ചിത്രത്തിലൂടെ ചിന്തിക്കാൻ സാധിക്കും. ചിത്രങ്ങളിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കണ്ടന്റ് മാപ്പിംഗിന്റെ പ്രധാനം. അതിനാണ് ഞാൻ ഇത്രയും വിഷ്വൽ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ ഗ്രാഫിക് ഓർഗനൈസേഴ്സിനെ പരിചയപ്പെടുത്താൻ കാരണം. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തിയത് മാത്രം. അതേപോലെ ഇത് ഒരുപാട് സാധ്യതകളുണ്ട്. അതാണ് അത്രയും കോമഡിയായിട്ട് എഴുതിയിട്ടുള്ളത്. നോട്ട് തയ്യാറാക്കാൻ ഉപയോഗിക്കാം, ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാൻ ഉപയോഗിക്കാം, ലെക്ചർ പ്രിപ്പറേഷൻ ഉപയോഗിക്കാം, പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കാം, ഡിസ്കഷൻസിന് ഉപയോഗിക്കാം, നമുക്ക് പ്രസന്റേഷൻ ഉപയോഗിക്കാം. നമുക്ക് തന്നെ കാര്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ നാളെ ഒരു പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു കാര്യത്തിൽ ഇടപെടാനുണ്ട്, അതിൽ ആശയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഇങ്ങനെ ചിത്രീകരിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ആ ബെറ്റർ പെർസെപ്ഷന് വേണ്ടിയിട്ട് അത് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും കണ്ടന്റ് മാപ്പിംഗ് നടപ്പിലാക്കാവുന്നതാണ്. ഡിസ്പ്ലേസ്, അതുപോലെ എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ച് വെക്കാൻ, ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ അത് ഉപയോഗിക്കാം. നമുക്ക് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കാനും നമുക്കും കുറെ ബ്രെയിൻ സ്റ്റോമിങ് നടത്താനും ഈ കണ്ടന്റ് മാപ്പിംഗ് ഉപയോഗിക്കും. ഇപ്പോൾ കണ്ടന്റ് മാപ്പിംഗ് ഒരു വലിയൊരു മേഖലയാണ്. ഇപ്പോൾ
ഒരു ജേണൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ ആൻഡ് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ടൊരു ജേണലുണ്ട്. ആ ജേണലിൽ 2015 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഈ കണ്ടന്റ് മാപ്പിങ്ങിനെ കുറിച്ച്. അതിൽ ഒരു ഫിലിപ്പ് സി വാർഡ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ആർട്ടിക്കിളാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് സ്കോളേഴ്സും കൂടി ചേർന്നിട്ടുള്ള ആർട്ടിക്കിളാണ്. അതിൽ കണ്ടന്റ് മാപ്പിംഗ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ടീച്ചേഴ്സിന്, പ്രീ സർവീസ് ടീച്ചേഴ്സ്, നിങ്ങളെ പോലത്തെ പ്രീ സർവീസ് ടീച്ചേഴ്സിന് എങ്ങനെ ഇവാലുവേഷൻ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പം അത് ഇവാലുവേഷന് മാത്രം ബാധകമായിട്ടുള്ള കണ്ടന്റ് മാപ്പിംഗ് ആണ്, അതിനെ പഠിപ്പിക്കുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചല്ല. അപ്പം ഇതിൽ എല്ലാത്തിലും വരുന്ന ഒരു പൊതു നിയമം ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അവ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തെ കുറെ കൂടെ വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ കുറെ കൂടെ മൂർത്തി തരത്തിലേക്ക് കൊണ്ടുവരിക, അമൂർത്തമായതിനെ ഒരു മൂർത്തി തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അബ്സ്ട്രാക്റ്റ് കോൺക്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കാണാവുന്ന, അല്ലെങ്കിൽ ഒരു നമുക്ക് പെർസീവ് ചെയ്യാവുന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ സെൻട്രൽ കോറ് പലപ്പോഴും അബ്സ്ട്രാക്റ്റ് ആയിരിക്കും, അത് കേന്ദ്ര തീം ചിലപ്പോൾ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അതിന് കുറെ കൂടെ വിഷ്വലൈസ് ചെയ്ത് വരുന്നതായിരിക്കും കണ്ടന്റ് മാപ്പിംഗ്. പിന്നെ അത് സബ്ജക്ട് മാറ്റർ മുതൽക്ക് ഇൻസ്ട്രക്ഷൻ സ്കിൽസ് വരേക്കും ഉണ്ടാവും. കോൺസെപ്റ്റ് മാപ്പും കണ്ടന്റ് മാപ്പും തമ്മിലൊരു വ്യത്യാസത്തെ കുറിച്ച് ഒന്ന് ഓർത്തിരിക്കുക. കുറേ കൂടി വിപുലമാണ് ഈ കണ്ടന്റ് മാപ്പ്. കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ആശയങ്ങളും ഉപാശയങ്ങളും ചേർത്തുകൊണ്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ കണ്ടന്റ് മാപ്പിംഗ് എന്നുള്ളത് കണ്ടന്റ് മാപ്പിങ്ങിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, അതും ഓർത്തിരിക്കണം. ഇത് നമ്മളുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ നമ്മളിതിനെ ആലോചിച്ചതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റും. പിന്നെ പ്രധാന ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിൽ തിരിച്ചറിയാനും വേർതിരിച്ചറിയാനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് അനുബന്ധമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ഘടകങ്ങൾ ചേർക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റും. ഇതിൻ്റെ സാധ്യതകളും തുടർച്ചകളും എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഉപകരിക്കും. അതുപോലെ ഓരോ അതിൽ ചിത്രീകരിക്കപ്പെടുന്ന ആശയത്തിനെയും പ്രാധാന്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ ചിത്രീകരിക്കുന്നത്. ഓരോ കോർണറും അതിന് പ്രാധാന്യമുണ്ട്, ഓരോ ഉപാശയങ്ങളും അതിൻ്റെ ചിത്രീകരണങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുപോലെ ഇതൊരു വലിയ ചിന്തയുടെ ഒരു പ്രോസസ്സിംഗ് ആണ് ഇതിനകത്ത്. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് എന്നുള്ള ഒരു വിവര സംസ്കരണം എന്നൊരു കാര്യം അതിനകത്ത് നടക്കുന്നുണ്ട്. അത് വലിയ ഒരു വിദ്യാഭ്യാസ ലക്ഷ്യം കൂടിയാണ്. നമുക്ക് കിട്ടിയ വിവരത്തെ അങ്ങനെ തന്നെ ഛർദ്ദിക്കുന്നതല്ല നമ്മുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ തന്നെ പകർത്തുന്നതല്ല. ലഭിച്ച ദത്തങ്ങളെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ ചില നിഗമനങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതാകണം പുതിയ വിദ്യാഭ്യാസം. അപ്പോൾ അതിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിനും ഈ കണ്ടന്റ് മാപ്പിംഗ് ഉപകരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഡിസ്കോഴ്സ് അനാലിസിസും അതിൻ്റെ ആശയവിനിമയവും കൂടിയാണ് നമ്മുടെ കണ്ടന്റ് മാപ്പിംഗ്. അതായത് ഒരാളുടെ സംസാരം 10 മിനിറ്റ് സംസാരം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ എന്ത് ഡിസ്കോഴ്സ് വേണമെങ്കിൽ ആവാം. ആ ഡിസ്കോഴ്സിനെ നമ്മൾ അപഗ്രഥിച്ചാൽ അത് പല നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ 10 മണി മുതൽ 11 മണി വരേക്കും ഈ എൻ്റെ സംസാരം കേട്ടാൽ നമ്മൾക്ക് കണ്ടന്റ് മാപ്പിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ അപഗ്രഥിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ നമുക്ക് അപഗ്രഥിക്കാൻ പറ്റും, ഇതിൻ്റെ സാധ്യതകൾ എന്താണ്. അപ്പോൾ അതാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ എക്സ്പ്ലിസിറ്റ് ചെയ്തും ഇംപ്ലിസിറ്റ് ചെയ്തിട്ടും ഈ മെസ്സേജസിനെ നമ്മളൊരു ദൃശ്യ സ്ഥലപരമായിട്ടുള്ള രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് മൈൻഡ് മാപ്പിങ്ങിൻ്റെയും കോൺസെപ്റ്റ് മാപ്പിങ്ങിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഈ കണ്ടന്റ് മാപ്പിങ്ങിലേക്ക് എത്താൻ പറ്റണം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിനാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു സമഗ്രധാരണ കിട്ടാനും അതുപോലെ മുൻകൂർ ഒരു സംഘാടനം ലഭ്യമാക്കാനും ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. 4 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഈ കണ്ടന്റ് മാപ്പിംഗ്. നമ്മളിതിൻ്റെ കേന്ദ്രാശയത്തിലേക്ക് കിടക്കുകയാണ്. നടുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രൈമറി ടോപ്പിക്. അതിപ്പോൾ എന്തോ ആവാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ടീച്ചിങ് പ്രാക്ടീസ് എന്നുള്ളത് വരച്ചിട്ടു, അല്ലെങ്കിൽ ടീച്ചിങ് കോമ്പറ്റൻസ് എന്ന് വരച്ചിട്ടു, അതാണ് അതിൻ്റെ കോർ കോൺസെപ്റ്റ്. ഒരു പ്രൈമറി ഒരു അബ്സ്ട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രൈമറി ടോപ്പിക് അതാണ്. അതെന്തോ ആവും. ഇപ്പോൾ ഞാനിവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് സ്നേഹമാണ്, കുടുംബം, കവിത, അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്നൊക്കെയുള്ള ആശയം. അപ്പോൾ അത് ഒരു കേന്ദ്ര ആശയമായിട്ട് അങ്ങനെ കിടക്കും.
അതിൻ്റെ അടുത്ത ചിറകുകൾ അല്ലെങ്കിൽ അതിന് ഒരു ഒരു വിവരണങ്ങളായിട്ട് വരുന്നതാണ് പ്രൊപ്പോസിഷൻ. അത് ഇതിലേക്ക് വരുന്ന മറ്റ് പ്രസ്താവനകളാണ്. ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ്, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ്, അതിൻ്റെ കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ, പിന്നെ അവിടുത്തെ അധ്യാപകർ, വിദ്യാലയം, ഇവിടെ നിന്നുള്ള ട്രെയിനേഴ്സിൻ്റെ ഇടപെടലുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൽ പ്രൊപ്പോസിഷനായിട്ട് കൊടുക്കാൻ പറ്റും. ഈ പ്രൊപ്പോസിഷൻ്റെ അടുത്ത ഘട്ടമാണ് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ ഓരോന്ന് ഇപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ, അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി കുട്ടികളുടെ പഠന വൈകല്യങ്ങളുടെ പ്രശ്നങ്ങൾ, അനുസരണക്കേടുകൾ, അല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയത്തിൻ്റെ കുറവ്, അങ്ങനെ പലതും നമുക്ക് ഓരോ പ്രൊപ്പോസിഷൻ്റെയും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ജസ്റ്റിഫിക്കേഷൻസ് എന്നുള്ളത്. അതാണ് മെയിൻ ഐഡിയാസ് ജസ്റ്റിഫൈങ് ദ പോയിന്റ് എന്നുള്ളത്. ഗ്രൂപ്പിംഗ് ഓഫ് ഐഡിയാസ് സപ്പോർട്ടിങ് പ്രൊപ്പോസിഷൻസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ, വാദങ്ങൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ തരങ്ങൾ, തിരിവുകൾ, ഒരു കേന്ദ്ര പ്രമേയം ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രൊപ്പോസിഷൻസ് ആയിട്ട് കുറച്ച് ആശയങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ പ്രൊപ്പോസിഷനെയും അനുബന്ധിച്ചിട്ടുള്ള ചില ന്യായീകരണങ്ങൾ, അതിൻ്റെ ഉപ ആശയങ്ങളെയാണ് ജസ്റ്റിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഓരോ ഒബ്സർവേഷനായിട്ടോ ഉദാഹരണങ്ങളായിട്ടോ അതിൻ്റെ വിഷ്വൽസ് ആയിട്ടോ, ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ നമുക്ക് കുട്ടികളുടെ ശ്രദ്ധക്കുറവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിന് കാരണമായിട്ട് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതിങ്ങനെ മടക്കായിട്ട് ഈ ചിന്തകളെ നമ്മൾ കടത്തി വിടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നടുക്ക് കിടക്കുന്ന കാര്യം എന്താണ്? ടീച്ചിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ ടീച്ചിങ് കോമ്പറ്റൻസ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന ആശയങ്ങളെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിന് ഓരോന്നിനെയും കേന്ദ്രീകരിച്ചുള്ള ന്യായീകരണങ്ങളും അതിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളെയാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരു മൈൻഡ് മാപ്പിങ്ങിൻ്റെയും കോൺസെപ്റ്റ് മാപ്പിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ കടന്നു വരണം. ഇതിനെ ചേർത്ത് ഒരു ചിത്രീകരണം നടത്തിയാൽ ഈ പറഞ്ഞ പല കളറുകൾ കൊടുക്കാം, പല രീതികളിൽ നമുക്ക് അതിനെ ചിത്രീകരിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു നിർവചനമുണ്ട്. ഒരു process of content mapping is intended to help you to isolate the elements of a message. ഇതിൽ കോൺസെപ്റ്റ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രൊപ്പോസിഷൻസ്, ജസ്റ്റിഫിക്കേഷൻസ്, അസോസിയേറ്റഡ് ഡീറ്റെയിൽസ്, ഇങ്ങനെ 4 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു പൂ പോലെ ഒന്നും പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ഇക്വിലിബ്രിയം എന്നുള്ള രീതിയിലൊന്നുമല്ല അത് വരുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ പരക്കം കൂടുന്ന ഒരു ചിത്രീകരണത്തെയാണ് നമ്മൾ കണ്ടന്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അത് ഞാൻ ആ പറഞ്ഞ കാര്യം ഒരു പാഠ്യവസ്തു മാത്രമല്ല, ഒരു പ്രോസസ് ആവാം, ഒരു ടീച്ചർ സ്കില്ലാവാം. ഇത്രയും രീതികളിലൂടെ ചിന്തിക്കുക. അപ്പോൾ ടോപ്പിക് ഉണ്ടായിരിക്കും, അതിൻ്റെ പോയിന്റ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ അസോസിയേറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്രയാണ് ഈ കണ്ടന്റ് മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ചോദിക്കാവുന്നതാണ്. ഇത് ഒരുപാട് സാധ്യതകളുള്ളതാണ്. നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാവുന്നതാണ്. ഏത് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഇതിനൊരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചിത്രീകരിച്ച് പഠിക്കും. ഒരു ക്ലാസ്സിന് തയ്യാറാവുമ്പോൾ അങ്ങനെ ചിത്രീകരിച്ച് തയ്യാറാവാം. നമുക്കിപ്പോൾ നാളെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, അതിന് വേണമെങ്കിൽ നമുക്ക് കണ്ടന്റ് മാപ്പിംഗ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ പല രീതികൾ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, അതിനകത്തൊരു സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കും, പ്രൊപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. ഓരോ പ്രൊപ്പോസിഷനെ സംബന്ധിച്ച് നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവണം. ആ ജസ്റ്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉദാഹരണങ്ങളിലേക്കൊക്കെ എത്തലും ചിത്രീകരിക്കലുമാണ് ഒരു കണ്ടന്റ് മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ സംശയം വരാറ് ഈ മൈൻഡ് മാപ്പ്, കോൺസെപ്റ്റ് മാപ്പ് തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളാണ്. അതിൽ കണ്ടന്റ് മാപ്പ് ആ ചിത്രങ്ങൾ ഓർത്താൽ മതി. ഒരു ഇങ്ങനെ പള്ളികളും വട്ടങ്ങളൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉപതരംതിരിവുകളെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കണ്ടന്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ അതൊരു വിഷ്വൽ സെൻസിലേക്ക് കൂടുതൽ കൊടുക്കുകയും അതിനെ ഒരു ചിത്രതരമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. മനസ്സിൻ്റെ ചിന്തകളുടെ രീതിയിലാണ്. മറ്റത് ഒരു ആശയങ്ങളും പ്രധാന ആശയങ്ങളും ആ പേരിൽ തന്നെ ഉണ്ട്. കോൺസെപ്റ്റ് മാപ്പ്, മൈൻഡ് മാപ്പ്, കോഗ്നിറ്റീവ് മാപ്പ്, ആ വാക്കുകൾ ഓർത്താൽ മതി. കണ്ടന്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുന്നതാണ് കണ്ടന്റ് മാപ്പ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് ബേസ് ചെയ്തിട്ട് ടീച്ചിങ് കോമ്പറ്റൻസ് എന്നൊരു വിഷയത്തിനെ ആസ്പദമാക്കിയിട്ട്
ഒരു A4 സൈസ് പേപ്പറിൽ കളറുകളൊക്കെ ഉപയോഗിച്ച് ഒരു കോൺസെപ്റ്റ് കണ്ടന്റ് മാപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്ന് ടീച്ചേഴ്സിന് ഇപ്പം ഞങ്ങൾക്ക് ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, എന്താണ് നിങ്ങളുടെ ടീച്ചിങ് കോമ്പറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ചിത്രീകരണം കിട്ടും. ഈ സെൻട്രൽ കോൺസെപ്റ്റിന് കുറേ പ്രൊപ്പോസിഷൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്, അതിന് കുറേ ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്, അതിന് കുറേ ഉദാഹരണങ്ങൾ കൊടുക്കാവുന്നതാണ്. ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ ഇതിനൊരു വലിയ ആകത്തുകയായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു ശീലമാക്കുക, പ്രാക്ടിക്കലിന് വേണ്ടി ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലല്ല. നമുക്ക് ഒരു ക്ലാസ് കേട്ടാലും ഇങ്ങനെ ചിത്രീകരിച്ച് പഠിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ സന്ദേശം ഓർക്കുക, തിങ്ക് വിഷ്വലി, ഒരു ചിത്രങ്ങളിലൂടെ ചിന്തിക്കുക, ദൃശ്യപരമായി ചിന്തിക്കുക എന്നുള്ളത്. അതാണ് ഈ ക്ലാസ്സിൻ്റെ ഒരു സന്ദേശം. നമുക്ക് റീകോൾ ചെയ്യാനൊക്കെ, ഓർമ്മശക്തി കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ചിത്രങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തിട്ട് കിട്ടാണ്ടാവും, നമ്മളിങ്ങനെ വിഷ്വലി അത് ചിന്തിച്ചിട്ടാണ് അതിലേക്ക് എത്തുന്നത്. ചില ആളുകളുടെ പേര് ഓർക്കാൻ വേണ്ടിയിട്ട് അയാളിങ്ങനെ ഓർക്കുമ്പോഴാണ് ആ പേര് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. വിഷ്വൽസിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ വളരെ ചിത്രതരമാകട്ടെ നിങ്ങളുടെ അധ്യാപനം എന്ന് ആശംസിക്കുകയാണ്. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സമാനത്തിലേക്ക് പോകാൻ പറ്റും. പറയൂ. പോയാ ആരൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലാസ് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം അറിയിക്കുകയാണ് കേട്ടോ.